അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോകാനുണ്ട് കേസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ കോയമ്പത്തൂരുള്ള ആദിയോഗി ശിവ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് കേസ്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ എന്നും എന്താ പറയുക, അവിടേക്ക് ഒന്നും കൂടി പോകണമെന്നും മനസ്സിലിങ്ങനെ തോന്നിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കേസ് നമ്മളങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് കേസ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് കേസ് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും അറിയുന്നതാണ്. നമ്മളിപ്പോൾ നേരെ റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലോട്ടറി കടകളാണ് കേസ്. ഒരുപാട് ലോട്ടറി കടകളാണ്. ഇനി ഇങ്ങോട്ടൊക്കെ ലോട്ടറി കടകളുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ കേരള തമിഴ്നാട് അതിർത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ലോട്ടറി സ്റ്റാൻഡുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് വയസ്സായ ആളുകൾ ലോട്ടറിയൊക്കെ വിറ്റ് ഇരിക്കുന്നതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകാണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേസ്. ഏകദേശം ഒരു 3:30 ശേഷമാണ് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മൾ മെയിനായിട്ട് ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ ലൈറ്റ് ഷോ കാണണമെന്നുണ്ട് കേട്ടോ കേസ്. 7 മണിക്കാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. അത് നല്ലൊരു രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ലൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഭഗവാന്റെ. അപ്പോൾ അത് മെയിനായിട്ട് കാണണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ വൈകുന്നേരത്ത് പോകണം കേട്ടോ കേസ്. അപ്പോൾ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു തമിഴ്നാട്ടിലൊരു ചായക്കടയിൽ നിർത്തിയിരിക്കേണ്ട കേസ്. നല്ല ചൂടുള്ള വടയും ഒരു അടിപൊളി ചായയൊക്കെ ആയിട്ട് കുടിച്ചിട്ട് പോകാൻ വേണ്ടി അവിടെ നിൽക്കുക കേട്ടോ. ചായ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേസ്. അപ്പോൾ ഒരു 5:30 ആകുമ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തിയിട്ട് കേസ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും എന്താ പറയുക, സൺസെറ്റ് നോക്കി നിൽക്കണുണ്ട് കേസ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടില്ല, ഈ ഭാഗത്ത് നല്ലൊരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണം. അതിന് മുമ്പ് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കാണ്ട് കേസ്. അപ്പോൾ ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ഈ കോയമ്പത്തൂർ ഉള്ള ആദിയോഗിയിലുള്ള ഈ ശിവപ്രതിമ കേസ്. അങ്ങനെ 2025 ആദിയോഗിക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കോയമ്പത്തൂരുള്ള ആദിയോഗി ശിവ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ ഞങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം വന്നതും നമ്മൾ എക്സാമിന് വന്നിട്ട് അങ്ങനെ കുറേ തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടേക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ തവണ വന്നപ്പോൾ നമുക്ക് ഒരു പ്രത്യേകത നോക്ക് ഗൈസ്. ഒരു ഒട്ടകം നിൽക്കണണ്ട, സൂം ചെയ്സോ വേണ്ട. അപ്പോൾ അല്ലേ കണ്ടല്ലോ, ഒരു ഒട്ടകത്തിനെ കെട്ടിയിട്ടിരിക്കണം. അതവിടെ എങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഭഗവാന്റെ വലിയ ശില. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ മലകളുടെ അത്രയുണ്ട് ഭഗവാന്റെ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു ശിലയാണ് കോയമ്പത്തൂരുള്ള ശിവ സ്റ്റാച്ചു. നമ്മുടെ ശിവരാത്രിക്കൊക്കെ ഇവിടെ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ചുറ്റുപാട് ഈ വെള്ളിയാങ്കിരി മലനിരകളുടെ നടുക്കാണ് ഈ ശിവക്ഷേത്രം. ശിവക്ഷേത്രം തന്നെ പറയാം കേട്ടോ, ശിവക്ഷേത്രമല്ല, ഇതൊരു എന്താ പറയുക യോഗ സെൻ്ററാണ് കേട്ടോ കേസ്. യോഗ സെൻ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്. അവധി ആയതുകൊണ്ട് തന്നെ കുട്ടികളും ആളുകളും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ കേസ്. കണ്ടില്ലേ, ബസ്സുകൾ നിർത്താനും വണ്ടികൾ നിർത്താനൊക്കെ ഫുള്ളാണ് കേട്ടോ കേസ്. ഇവിടെയൊക്കെ ഫുള്ളാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ അത്ര ദൂരത്തു നിന്നാണ് എടുക്കുന്നത്. അവിടെയാണ് ശിവൻ്റെ സ്റ്റാച്ചു നിൽക്കുന്നത്. ഇതവിടെ കാണുന്നില്ലല്ലോ ഇതിൽ. അത് അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ ഗൈസ്. ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് അടുത്ത് പോയിട്ടുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ വൈകിട്ട് ഇവിടെ ഒരു ഷോയുണ്ട്, അതും കൂടി കണ്ടിട്ടാണ് ഗൈസ് പോണത്. എല്ലാ തിരക്കുണ്ട് കണ്ടില്ലേ, ഭയങ്കരമായ തിരക്കാണെന്ന്. അടിപൊളി കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ആദിയോഗിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. You can share about your experience. Who can share first?
തിരക്കിലെന്നതോ നമുക്ക് ബാക്കിൽ നോക്ക്. ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ഫ്രണ്ടിലും ഉണ്ട്. എന്താ ഭഗവാന്റെ അവിടെ നല്ല തിരക്ക് നോക്കും അല്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ആദ്യയിലും വരാൻ പറ്റി. അപ്പോൾ ഞാനും ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണല്ലോ ഗൈസ് കാണേണ്ട കാഴ്ചയാണ് നമുക്ക് ഗൈസ്. ഫുള്ള് ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഈവനിങ് ഇവിടെ വന്നിട്ടുണ്ട്. 6:30 ആയിട്ട്, എന്നാലും വലിയൊരു ഇരുട്ടൊന്നും ആയിട്ടില്ല. ആളുകളുടെ തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. കണ്ടില്ലേ ഭഗവാന്റെ ശില ഉയർന്നു നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന ശിലയുടെ ഭാഗത്തൊക്കെ ഒരുപാട് ജനങ്ങളാണ്. ഫുള്ള് ആളുകളാണ് ഗൈസ്. നമ്മുടെ ലൈറ്റ് ഷോ തുടങ്ങാനായിട്ട് ഗൈസ് 7 മണിക്കാണ് ലൈറ്റ് ഷോ ഉള്ളത്. അപ്പോൾ അത് കാണാനുള്ള തിരക്കാണ് കേട്ടോ. അല്ലേ സോ? ഞാൻ ഇവിടെ വന്നിരിക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല ജനങ്ങളുണ്ട്. പിന്നെ ലൈറ്റുകളൊക്കെ ഇട്ടു. പിന്നെ ആളുകളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സൂം ചെയ്ത് കാണിക്കട്ടെ ഗൈസ്. കണ്ടില്ല? അപ്പോൾ അങ്ങനെ വളരെ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. ഞങ്ങൾ എന്തായാലും ഒരു സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴാണ് കേസ്. അപ്പോൾ മോണിറ്റൈസേഷനായി എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വർഷമാണ് ഈ 2025. ഒരുപാട് തവണ ഈ ആദിയോഗിയിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഭഗവാൻ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അന്നത്തെ ദിവസം തന്നെ, ഞങ്ങളിവിടെ വരുന്ന ദിവസം തന്നെ 10,000 സബ്സ്ക്രൈബേഴ്സുമായി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേസ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ് കേസ്. അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരത്ത് ഇരിക്കാൻ നല്ല രസമുണ്ട് കേസ്. അപ്പോൾ ആദിയോഗിയിൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോയിട്ടില്ല കേസ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല. കാളവണ്ടി കയറണം ഉണ്ടായിരുന്നു, അത് ഈ പ്രാവശ്യം പറ്റിയിട്ടില്ല. പിന്നെന്താ പറയുക, നമ്മൾ അവിടെ കുറച്ചുണ്ടല്ലോ ആദിയോഗിൻ്റെ നമ്മുടെ യോഗ, അവിടെ എന്താ അതിന് പറയണം അപ്പുറത്ത് യോഗ സെൻ്ററാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് യോഗയൊക്കെ ചെയ്യാം. ധ്യാനലിംഗത്തിൻ്റെ അവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നേരെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ലൈറ്റ് ഷോ മെയിനായിട്ട് കാണണം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ஆதியோகி திவ்ய தரிசனம் இன்னும் கொஞ்ச நேரத்துல ஆரம்பிக்க இருக்கு. അപ്പോൾ ആദിയോഗി ദിവ്യ ദർശനം ആരംഭിക്കാനായി കൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് എല്ലാ ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓരോ സീറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7 മണിക്കാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി കാണാട്ടെ കേസ്. അപ്പോൾ 7 മണിക്കാണ് കേസ് ദിവ്യ ദർശനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിക്കണല്ലേ, അതിൻ്റെ തിരക്കാണ്, ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി സീറ്റൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ അല്ലേ സോ? പോവാ. கொண்டு சென்ற நிகழ்வையும் கண்கவர் 3D ஒளிக்காட்சியாக வழங்குகிறது ஆதியோகி திவ்ய தரிசனம். இந்த நிகழ்ச்சி அனைத்து நாட்களின்
അപ്പോൾ ഭഗവാന്റെ ഒരു എന്താ പറയുക ദിവ്യ ദർശനം ആയിട്ടുള്ള ഈ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേസ്. ഒരുപാട് ക്രൗഡ് കാണില്ലേ, നല്ല ക്രൗഡ് ഉണ്ടെന്ന്. പിന്നെ എന്താ പറയുക, നമ്മളിതിൻ്റെ യഥാർത്ഥ മ്യൂസിക് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല കേസ്. അതുകൊണ്ടാണ് ഞാൻ വേറെ മ്യൂസിക് ഇതിനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഫീൽ അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് ഇവിടെ വന്നാൽ തന്നെ ഇതിൻ്റെ അറിയാൻ പറ്റില്ല കേസ്. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാടിലേക്ക് പോകാണ്ട് കേസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. 10,000 കഴിഞ്ഞു, ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേസ്. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അടുത്ത് ഞങ്ങൾ ഇനി കേരള പളനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാണ്ട് കേസ്. അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വീഡിയോസും വരും. അപ്പോൾ ആ വീഡിയോ ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ കേസ്, ബൈ. അല്ലേ, ഇതാണ് ധ്യാനലിംഗത്തിൻ്റെ എൻട്രൻസ്. ഈ നേരത്തെ